ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവര് ആക്റ്റീവ് ഇൻകം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പാസീവ് ഇൻകമിൽ ആരും താല്പര്യപ്പെടുന്നില്ല. ഈ പാസീവ് ഇൻകം തുടങ്ങാൻ ലേറ്റ് ആകുമ്പോൾ എന്തൊക്കെയാ ദോഷം വരുന്നത്? ആക്റ്റീവ് ഇൻകത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്കിപ്പോൾ ജോലി ചെയ്തിട്ടായിരിക്കും ഇൻകം വരുന്നുണ്ടാകുക, അതല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്തിട്ടായിരിക്കും. നമുക്കത് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും സംഭവിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ എന്തെങ്കിലും വന്നാൽ നമുക്ക് ആ ഇൻകത്തിന്റെ ആ വരവ് നിന്നു നമ്മൾ പാസീവ് ഇൻകത്തിൽ ഫോക്കസിൽ പിന്നീട് അയാളെ വളരെയധികം ബുദ്ധിമുട്ട്, പിന്നീട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മൾ ഒരാൾ പാസീവ് ഇൻകം ശ്രദ്ധിക്കേണ്ടത് ആക്റ്റീവ് ഇൻകം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പാസീവ് ഇൻകത്തിലേക്കും ഫോക്കസ് ചെയ്യണം. അതായത് ഒരാൾ ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, സ്റ്റാർട്ടിങ്ങിൽ ഒരാൾക്ക് ഒരു 20,000 കിട്ടുന്നുള്ളൂ സാലറി, അയാളൊരു നിശ്ചിത എമൗണ്ട് ഒരു 2,000 1,000 എത്ര ആയിക്കോട്ടെ അയാളെ കൊണ്ട് പറ്റുന്ന ഫസ്റ്റ് ടൈമിൽ തന്നെ അയാൾ സേവിങ്സിലേക്ക് മാറ്റി, പിന്നെ അത് ഇൻവെസ്റ്റിലേക്ക് മാറ്റി, ഇൻവെസ്റ്റ് ചെയ്യുന്ന അയാൾക്ക് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ നോക്കണം. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇവർക്ക് പിന്നെ ഒരു ജോലിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് അവർ സ്ട്രഗിൾ ചെയ്യും. ഒരാളിപ്പോൾ ആക്റ്റീവ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആ സ്റ്റേജിൽ തന്നെ പാസീവ് ഇൻകത്തിലും ഫോക്കസ് ചെയ്യണം. ഉറപ്പാണ് വരുമാനം. Urban Corporation Warehouse Management from 22 Group.